അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, സ്വന്തമായി വരുമാനമില്ലാത്തതിൻ്റെ പേരിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന 10 മാനസിക പ്രയാസങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ദിവസവും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു വലിയ വേദനയാണ് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്ത. ഇത് കേവലം പണം സമ്പാദിക്കാനുള്ള ഒരു ആഗ്രഹമല്ല, മറിച്ച് 4 ചുവരുകൾക്കുള്ളിൽ സ്വന്തം സ്വപ്നങ്ങളും കഴിവുകളും ഹോമിക്കേണ്ടി വന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അസ്തിത്വത്തിനായുള്ള നിലവിളിയാണ്. വിദ്യാഭ്യാസം നേടിയിട്ടും കഴിവുണ്ടായിട്ടും പലവിധ സാഹചര്യങ്ങളാൽ വീടുകളിൽ ഒതുങ്ങിപ്പോകേണ്ടി വന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന 10 രഹസ്യ മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു എന്നതാണ്. ഒരു പെൺകുട്ടി ജനിച്ചു വളർന്ന് പഠിച്ചു വലുതാകുമ്പോൾ അവൾക്കൊരു സ്വന്തം പേരുണ്ടാകും, ഐഡൻറ്റിറ്റി ഉണ്ടാകും. എന്നാൽ വിവാഹശേഷമോ മക്കളുണ്ടായ ശേഷമോ അവൾ വെറുമൊരു വീട്ടമ്മ എന്ന ലേബലിലേക്ക് ചുരുക്കപ്പെടുന്നു. ആരുടെയൊക്കെയോ ഭാര്യ, ആരുടെയോ ഉമ്മ എന്ന വിലാസങ്ങൾക്കപ്പുറം താൻ ആരാണ് എന്ന ചോദ്യം അവരുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. സ്വന്തം പേര് കരിയർ ലോകത്ത് എവിടെയും അടയാളപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ വേദന അവർ ഉള്ളിലൊതുക്കി ജീവിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ രൂപക്കും കൈനീട്ടുമ്പോഴുണ്ടാകുന്ന അപകർഷതാബോധം. സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ മാനസിക ബുദ്ധിമുട്ടാണിത്. ഒരു ചെറിയ ആവശ്യത്തിനോ സ്വന്തം ഇഷ്ടത്തിനോ വസ്ത്രം വാങ്ങാനോ ഭർത്താവിൻ്റെയോ വീട്ടുകാരുടെയോ മുന്നിൽ കൈനീട്ടേണ്ടി വരുമ്പോൾ അവരുടെ ആത്മാഭിമാനമാണ് അവിടെ മുറിവേൽക്കുന്നത്. പണം ചോദിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ചോദിക്കേണ്ടി വരുന്ന ആ ഒരു നിമിഷം, അത് നൽകുന്ന ഒരുതരം കുറ്റബോധം അവരെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം, കൂടെ പഠിച്ചവരുടെ വളർച്ച കാണുമ്പോഴുള്ള നിരാശ. പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ ഒന്നാമതായിരുന്നവളോ കഴിവിൽ മുന്നിലായിരുന്നവളോ ഒക്കെയാകും ഇന്ന് അടുക്കളയിൽ സമയം തീർക്കുന്നത്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നോടൊപ്പം പഠിച്ചവർ ഉയർന്ന ജോലികൾ നേടുന്നതും വിദേശ യാത്രകൾ നടത്തുന്നതും കാണുമ്പോൾ ഉള്ളിലൊരു വല്ലാത്ത വേദന അനുഭവപ്പെടും. എനിക്കും ഇതിനുള്ള കഴിവും മാർക്കും ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെയായി പോയത്? ഈ ചിന്ത അവരെ കടുത്ത ഡിപ്രഷനിലേക്ക് നയിക്കാറുമുണ്ട്. നാലാമത്തെ കാര്യം, സ്വന്തം മാതാപിതാക്കളെ സഹായിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടം. വിവാഹത്തിനു മുൻപ് തന്നെ വളർത്തി വലുതാക്കിയ ഉമ്മയെയും ബാപ്പയെയും പ്രായമാകുമ്പോൾ നന്നായി നോക്കണമെന്നും സാമ്പത്തികമായി സഹായിക്കണമെന്നും എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ സ്വന്തമായി ഒരു വരുമാനമില്ലാത്തപ്പോൾ ഭർത്താവിൻ്റെ പണം എടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊടുക്കാൻ പല സ്ത്രീകൾക്കും മടിയാണ്. മാതാപിതാക്കൾ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ പോലും ഒരു മകൾ എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സ്ത്രീകളെ വലിയ മാനസിക വിഷമത്തിലാക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം, അധ്വാനത്തിന് അംഗീകാരം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന മടുപ്പ്. രാവിലെ 5 മണിക്ക് ഉണർന്ന് രാത്രി എല്ലാവരും ഉറങ്ങുന്നതുവരെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവരാണ് സ്ത്രീകൾ. എന്നാൽ ഒരു ദിവസത്തെ പണിയുടെ ഒടുവിൽ, നീ ദിവസം മുഴുവൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ, നിനക്കെന്താണ് ഇത്ര ജോലി എന്ന ഒരൊറ്റ ചോദ്യം മതി അവർ മുഴുവനായും തകർന്നു പോകാൻ. ഈ സാമ്പത്തികമില്ലാത്ത വരുമാനമില്ലാത്ത അധ്വാനത്തെ സമൂഹം വില കുറച്ച് കാണുമ്പോൾ അവർക്ക് ജീവിതത്തോട് തന്നെ വല്ലാതെ മടുപ്പ് തോന്നാറുണ്ട്. 6, ഭാവിയെക്കുറിച്ചുള്ള ഭയവും അരക്ഷിതാവസ്ഥയുമാണ്. ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. അപ്രതീക്ഷിതമായി പങ്കാളിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ജീവിതത്തിൽ ഒരു വലിയ തകർച്ചയുണ്ടാവുകയോ ചെയ്താൽ താനും തൻ്റെ മക്കളും എങ്ങനെ ജീവിക്കും എന്നൊരു ഭയം ഈ സ്ത്രീകളുടെ ഉള്ളിലുണ്ടാകും. ഒരു ജോലി ഇല്ലാത്തതിനാൽ ഭാവിയെക്കുറിച്ചുള്ള കടുത്ത അരക്ഷിതാവസ്ഥയും പേടിയും അവർ പുറത്തു പറയാതെ പേറി ജീവിക്കുകയാണ്. 7ാമത്തെ കാര്യം, കുടുംബ തീരുമാനങ്ങളിൽ മാറ്റി നിർത്തപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന. സാമ്പത്തികമായി ഒരു പങ്കാളിത്തവും നൽകാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പല കുടുംബങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും നൽകാറില്ല എന്നതാണ്. നിനക്കിതിനെക്കുറിച്ച് എന്തറിയാം എന്ന രീതിയിലുള്ള പെരുമാറ്റം അവരെ മാനസികമായി ഒറ്റപ്പെടുത്തുന്നുണ്ട്. പണമില്ലാത്തവൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ലേ എന്ന ചിന്ത അവരെ വേദനിപ്പിക്കുന്നു.
8 സോഷ്യൽ മീഡിയ നൽകുന്ന സങ്കടങ്ങളാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് എല്ലാവരും തങ്ങളുടെ വിജയങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് കാണുമ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മറ്റുള്ള സ്ത്രീകളുടെ കരിയർ വിജയങ്ങൾ കാണുമ്പോൾ, അവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ താൻ മാത്രം ജീവിതത്തിൽ ഒന്നുമാകാതെ ഒരിടത്ത് കെട്ടിയിടപ്പെട്ടവളാണെന്ന തോന്നൽ ഇവരിൽ ശക്തമാകുന്നുണ്ട്. ഇത് പലരിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. 9ാമത്തെ കാര്യം, മക്കളുടെ മുന്നിൽ ചെറുതായി പോകുമോ എന്ന ആശങ്ക. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ പുറം ലോകത്തെക്കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കും. ഈ സമയത്ത് വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോയ ഉമ്മമാരോട് ഉമ്മാക്ക് ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് മക്കൾ പറയുമ്പോൾ ആ ഉമ്മമാരുടെ മനസ്സ് വിങ്ങും. പുറം ലോകവുമായി ബന്ധമില്ലാത്തതിനാൽ മക്കളുടെ മുന്നിൽ താൻ അറിവില്ലാത്തവളായി മുദ്ര കുത്തപ്പെടുമോ എന്ന് ആ സ്ത്രീകൾ ഭയപ്പെടുന്നുണ്ട്. 10ാമത്തെ കാര്യം, ഉള്ളിലൊതുക്കിയ ആഗ്രഹങ്ങളുടെ ശ്മശാനമാകുന്ന മനസ്സ്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ യാത്രകൾ ചെയ്യുമായിരുന്നു, സ്വന്തമായി ഒരു വണ്ടി വാങ്ങുമായിരുന്നു, സമൂഹത്തിൽ 4 ആളുകൾ അറിയപ്പെടുന്ന ഒരാളാകുമായിരുന്നു എന്നിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഈ സ്ത്രീകൾക്കുണ്ടാകും. എന്നാൽ സാഹചര്യങ്ങൾ കാരണം ആ ആഗ്രഹങ്ങളെയെല്ലാം സ്വന്തം മനസ്സിൽ കുഴിച്ചുമൂടി മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടി വരുമ്പോൾ അവരുടെ മനസ്സ് സ്വന്തം സ്വപ്നങ്ങളുടെ ഒരു ശ്മശാനമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഓരോ സ്ത്രീയുടെയും ഉള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതമുണ്ട്. അത് കേവലം ആഡംബര ജീവിതത്തോടുള്ള ആഗ്രഹമല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള ആഗ്രഹമാണ്. വീട്ടുജോലികൾ ചെയ്യുന്നതിന് ഞാൻ വില കുറച്ച് കാണുകയല്ല, പക്ഷേ കരിയർ ആഗ്രഹിച്ച് സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിലിരിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ മാനസിക ആരോഗ്യം നമ്മളെല്ലാവരും ഗൗരവകരമായി കാണേണ്ടതുണ്ട്. കുടുംബങ്ങളും സമൂഹവും ഈ സ്ത്രീകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു തുടക്കം കുറിക്കാൻ നമ്മൾ പിന്തുണ നൽകണം. ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥ സന്തോഷം നിലകൊള്ളുന്നത് ആ വീടിൻ്റെ ഐശ്വര്യമായ ഭാര്യയുടെ പുഞ്ചിരിയിലാണ്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ലോകത്ത് എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും സ്വന്തം ഭാര്യയുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നവനാകണം ഓരോ ഭർത്താവും. അവൾ നാവുകൊണ്ട് തുറന്നു പറയുന്ന ആവശ്യങ്ങൾക്കപ്പുറം അവളുടെ മൗനത്തിലും നെടുവീർപ്പുകളിലും ഒളിഞ്ഞിരിക്കുന്ന സങ്കടങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയാൻ ഒരു ഭർത്താവിന് കഴിയണം. വീട്ടുജോലികളുടെ ഭാരത്തിലോ സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നതിൻ്റെ നിരാശയിലോ അവൾ തളർന്നു പോകുമ്പോൾ സാന്ത്വനത്തിൻ്റെ ഒരു നല്ല വാക്കോ ചേർത്ത് പിടിക്കലോ അവൾക്ക് നൽകാൻ ഭർത്താവിന് കഴിയണം. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ തണലാകാം എന്നൊരു ഉറപ്പ് പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ മാനസികമായ പിന്തുണ. ഭാര്യയുടെ വിഷമങ്ങൾ കണ്ട് ഭാവന നടിക്കാതെ അവളെ കേൾക്കാനും അവളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകുന്ന ഒരു ഭർത്താവ് ഉള്ളിടത്താണ് ആ കുടുംബം സ്വർഗതുല്യമാകുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.